നമസ്കാരം. അമേരിക്കൻ ബോംബറുകളിൽ വിറച്ച് ഇറാൻ. മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ഇറാന്റെ തേരോട്ടം. ഇറാൻ ഒരു 10 ദിവസത്തെ ഡെഡ് ലൈൻ. ഇറാനെ പുകച്ചു പുറത്തു ചാടിക്കുവാനുള്ള ശപഥമെടുത്തുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോയി. ട്രംപിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ആയത്തുള്ള അലി ഖമേനിയുടെ തീരുമാനം. മിഡിൽ ഈസ്റ്റിൽ സത്യത്തിൽ യുദ്ധകാഹളം മുഴക്കിയുള്ള ഇറാന്റെ തേരോട്ടം നടക്കുന്നു. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബോംബറുകൾ തയ്യാറായി കഴിഞ്ഞു. ജനീവയിലെ ചർച്ച അത് പൊളിഞ്ഞാൽ ആ നിമിഷം യുദ്ധം തുടങ്ങും. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ സമയപരിധി നിശ്ചയിച്ച സാഹചര്യം. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അതോടൊപ്പം തന്റെ പിൻഗാമികളെ അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണറും പുതിയ ആണവ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ വരുന്ന വ്യാഴാഴ്ച ജനീവയിൽ വീണ്ടും ഇറാനിയൻ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. സമാധാന ചർച്ചയിൽ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത നിമിഷം ബോംബറുകൾ വർഷിച്ചു തുടങ്ങും ഇറാനിലേക്ക്. എന്നാൽ അടുത്ത 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണം നടത്തുവാനുള്ള സാധ്യത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുന്നില്ല. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഖമേനി ഉപദേഷ്ടാവുമായിട്ടുള്ള അലി ലാരിജാനി വിശ്വസിക്കുന്നത് എന്തു സംഭവിച്ചാലും ഇറാൻ അത് നേരിടാൻ തയ്യാറാണ് എന്നാണ്. ഇറാൻ തീർച്ചയായിട്ടും മുമ്പത്തേക്കാൾ ശക്തരാണ് എന്നും കഴിഞ്ഞ 7-8 മാസത്തിനുള്ളിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായിട്ടും സ്വന്തം കുറവുകൾ കണ്ടെത്തി അവ പരിഹരിച്ചതായിട്ടും ലാരിജാനി പറയുന്നു. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും യുദ്ധം തുടങ്ങുകയില്ല എന്നും, എന്നാൽ അവർ അത് തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഈ ബോർഡ് ഓഫ് പീസിന്റെ ഒരു ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ച ട്രംപ് 10 ദിവസത്തെ സമയം നൽകി. 10 ദിവസത്തിനുള്ള ഒരു കരാറിലെത്തിയില്ല എങ്കിൽ അമേരിക്ക ഇറാനിൽ ബോംബിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ തന്ത്രം ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഒരു സുപ്രധാന കാലയളവിലേക്ക് ചർച്ചകളിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു. അത് പ്രവർത്തിക്കുന്നെങ്കിൽ മുഴുവൻ നേതൃത്വത്തെയും പുറത്താക്കാനുള്ള ശ്രമത്തിൽ ട്രംപ് ഭരണകൂടം ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുതിർന്ന സഹായികൾ ട്രംപിന് ഈ പദ്ധതി ആവർത്തിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഓവൽ ഓഫീസിലെ ചർച്ചകൾ പ്രധാനമായിട്ടും ഒരു വലിയ ആക്രമണ പദ്ധതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ട്രംപിന്റെ ഇറാനെതിരെയുള്ള തുടർ നടപടികൾക്കെതിരായിട്ടുള്ള എതിർപ്പ് വാഷിംഗ്ടണിൽ വർദ്ധിച്ചു വരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സമീപകാല സൈനിക നടപടികൾ അത് നിയമവിരുദ്ധമാണ് എന്ന് അമേരിക്ക കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പലരും ചൂണ്ടിക്കാട്ടുകയാണ്. കെൻഡക്കി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് അംഗം തോമസ് മാസിയും കാലിഫോർണിയ ഡെമോക്രാറ്റുള്ള റോഖന്നയും ട്രംപിനെ നിയന്ത്രിക്കുവാനും കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ആക്രമണങ്ങൾക്കെതിരെ ജനപ്രതിനിധി സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുവാനും പദ്ധതിയിടുകയാണ്. മറുവശത്ത് സെനറ്റർ ലിൻസെ ഗ്രഹാം സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഖമേനി യൂറോപ്പ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സൈനിക സർക്കാർ തസ്തികകൾക്കായിട്ട് 4 വ്യക്തികൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. പുതുപരിസരത്തിന് ശേഷം ഇറാനിൽ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്റർനെറ്റ് കണക്ഷനും ടെലിഫോൺ സംവിധാനങ്ങളും ടെലിഫോൺ ലൈനുകളും ഒക്കെ വിച്ഛേദിച്ചുകൊണ്ട് തങ്ങളുടെ പൗരന്മാരുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനമടക്കം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് ഇപ്പോഴും രാജ്യത്തിന് പുറത്തേക്ക് വിവരങ്ങൾ എത്തിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് മുതൽ ട്രംപ് തന്റെ പരസ്യമായിട്ടുള്ള പ്രസ്താവനകളുടെ ബലപ്രയോഗം നടത്തുന്നതിനെതിരായിട്ട് ഇറാൻ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ സാഹചര്യം മറന്നിട്ടില്ല ഇറാൻ ഇതുവരെയും. അതിന്റെ കരുത്ത് കാട്ടേണ്ട സമയമാണ്, തിരിച്ചടിയുടെ സമയമാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവർ അത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഇറാനെതിരെ ആക്രമണം അമേരിക്ക അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ബോംബ് പൊട്ടുന്നത് ഇസ്രായേലായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ അമേരിക്കൻ ബോംബറുകളിൽ വിറച്ചു നിൽക്കുന്ന ഇറാനെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, യുദ്ധത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ ഈ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോഴും അമേരിക്കൻ തന്ത്രങ്ങളിൽ പലപ്പോഴും വിറച്ചു പോകുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പറയാൻ കഴിയുന്നത് ഇത്രയും ഒരു ചെറിയ രാജ്യം അമേരിക്കയോടൊപ്പം ഇങ്ങനെ നേർക്കുനേർ നിന്ന് പോരാടാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അവരുടെ ആത്മവിശ്വാസം ചെറുതല്ല എന്നുള്ളതാണ്. ട്രംപിനെ പോലും തകർക്കാൻ കഴിയുന്ന മനോവീര്യം അവർക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഇറാന്റെ മുന്നോട്ടുള്ള യാത്ര എന്നത്.